ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര ജാഥയ്ക്ക് അടൂരിൽ സ്വീകരണം നൽകി. ഡോക്ടർ ചിന്ത ജെറോം ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കൊടിമര ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ ഏനാത്ത് സ്വീകരണം നൽകി. ഡോക്ടർ ചിന്ത ജെറോം ക്യാപ്റ്റനും എം ഷാജർ മാനേജറുമായ ജാഥയെ ജില്ലയിലെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ ഏനാത്ത് സ്വീകരിച്ചു. സമരം വലിയ തോതിൽ ആളിക്കത്തിയത് നമ്മൾ കണ്ടു. അഭിജിത് ദിപ്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ അവർ ആഗ്രഹിച്ച സാന്നിധ്യം എന്ന് പറയുന്നത് SFIയുടെ ഡൽഹി ഘടകത്തിന്റെ സെക്രട്ടറി, മുൻ JNUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് സഖാവ് ഐഷി ഘോഷിനെയാണ്. സഖാവ് ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിന് ഐക്യദാർഢ്യമായി കൂടെ നിന്നു. SFI എന്ന വിദ്യാർത്ഥി സംഘടന ആ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളോട് ചേർന്ന് നിന്നു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് ആദർശം സജീവ് ഉൾപ്പെടെ ഐഷി ഘോഷ് ഉൾപ്പെടെ ആ സമരപ്പന്തലിനോട് ചേർന്ന് നിരാഹാരമിരുന്നു. ആ സമരത്തിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ എത്തി. സഖാവ് റഹീം MP-യുടെ പ്രസംഗം, അദ്ദേഹം ജന്തർ മന്ദിറിലെ സമര കേന്ദ്രത്തിലെത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പം, ഇവർ ഉയർത്തുന്ന പോരാട്ടം, ഇവർ ഉയർത്തുന്ന ലെഗസി, ഇവർ ഉയർത്തുന്ന പൈതൃകം, അത് ഷഹീദ് ഭഗത് സിംഗിന്റെ പൈതൃകമാണ്. ഡോക്ടർ ഷിജു ഖാൻ, രജീഷ് വെള്ളാട്ട് എന്നിവരാണ് ജാഥ അംഗങ്ങൾ. സ്വീകരണത്തിൽ ഏരിയ സെക്രട്ടറി വി വിനേഷ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് മനോജ് സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബി നിസാം, ജില്ലാ സെക്രട്ടറി വിഷ്ണു ഗോപാൽ, ജില്ലാ പ്രസിഡന്റ് M മനീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി വിനേഷ്, അനന്തു മധു, സുനിൽ സുരേന്ദ്രൻ, ജയകൃഷ്ണൻ, രേഷ്മ മറിയം റോയ്, സോബി ബാലൻ, സുമേഷ്, നിഷാദ്, റിയാസ് റഫീഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ.